ഇറാനുമായുള്ള ധാരണാപത്രം പ്രസിഡന്റ് ട്രംപിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ വലിയൊരു വഴിത്തിരിവാവുകയാണ്. യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് ലോകം താൽക്കാലികമായി ആശ്വാസം കൊള്ളുമ്പോഴും ഈ കരാർ ട്രംപിനെ രാഷ്ട്രീയമായ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. പശ്ചിമേഷ്യയിൽ വലിയ നേട്ടങ്ങൾ കൊതിച്ച് ആരംഭിച്ച സൈനിക നീക്കം ഒടുവിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളിലാണ് കലാശിച്ചത്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തകർക്കാനും ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനും ഹോർമോസ് കടലിടുക്കിലെ ആധിപത്യം അവസാനിപ്പിക്കാനും അമേരിക്ക ആഗ്രഹിച്ചു. എന്നാൽ ഈ പ്രധാന ലക്ഷ്യങ്ങളിലും ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടുവെന്നതാണ് വാസ്തവം. ഇനി വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലും സഖ്യകക്ഷികളുടെ അതൃപ്തിയിലും ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ ലോകം തന്നെ വെറുത്ത ഒരു യുദ്ധത്തിൽ നിന്ന് തലയുയരിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ കരാറിൽ ഇറാൻ ഇളവുകൾ നൽകിയതിനുള്ള വിമർശനങ്ങൾ കൂടി ഇനി ട്രംപ് നേരിടേണ്ടി വരും. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇറാന്റെ പെട്രോളിയം പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാമെന്നുമൊക്കെ മോഹിച്ചാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് സേനയെ അയച്ചത്. എന്നാൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. യുഎസിലും യൂറോപ്പിലും അടക്കം ലോകമെങ്ങും ഇന്ധനവില കുത്തനെ ഉയർന്നു. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന യുഎസിൽ വിലക്കയറ്റം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് കണ്ടാണ് ട്രംപ് ഒത്തുതീർപ്പിന് ഇറങ്ങി തിരിച്ചത്. യുദ്ധം നിർത്തിയതോടുകൂടി ജനവികാരം മാനിച്ചതായി തൽക്കാലം സമാധാനിക്കാമെങ്കിലും യുദ്ധത്തിനായി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെ കുഴപ്പത്തിലാക്കും. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്നും തീരുമാനിച്ചതും നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതുമെല്ലാം ഇറാനുമായുള്ള അനാവശ്യ ഇളവുകളാണെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. യുഎസ് കോൺഗ്രസിന്റെ നിയന്ത്രണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ വലിയ തിരിച്ചടിയായി മാറുമത്. കരാറിനെ ശക്തിയായി എതിർക്കുന്ന ഇസ്രായേലിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ലെബനനിൽ ആക്രമണം തുടർന്നാൽ കരാർ പൊളിയുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. കരാർ ഒപ്പിടും മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട്. അടുത്തത് അമേരിക്ക ഇറാനിൽ ലക്ഷ്യമിട്ട 5 പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ്. അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ആദ്യത്തേത് ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നതായിരുന്നു. ഇറാൻ ദിവസങ്ങൾക്കകം ആണവായുധം ഉണ്ടാക്കുമെന്ന് ആരോപിച്ചാണ് ഇസ്രായേലിനൊപ്പം യുഎസ് ഇറാനിൽ ആക്രമണത്തിനിറങ്ങിയത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടുകൊടുത്തില്ല. ആണവായുധം ഉണ്ടാക്കില്ലെന്ന മുൻനിലപാട് അവർ ആവർത്തിച്ചു. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാവാമെന്നും പറഞ്ഞു. എന്നാലും ട്രംപിന് ഇതിൽ പൂർണ്ണ വിജയം നേടാൻ സാധിച്ചില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. യുറേനിയം സമ്പുഷ്ടീകരണ ശാസ്ത്രീയ വൈദഗ്ധ്യവും അതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇറാൻ ഇപ്പോഴുമുണ്ട്. തകർന്ന ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരവും തകർക്കുക എന്നതായിരുന്നു. യുഎസ് സൈന്യത്തിനും സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി ക്ഷയിപ്പിക്കാനായി. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾക്ക് കാര്യമായ നാശമുണ്ടായില്ല. മിസൈൽ നിർമ്മാണ ശേഷിയും തകർന്നില്ല. ഇപ്പോഴും ഇറാന്റെ മിസൈൽ സംവിധാനം പ്രവർത്തിക്കുന്നു. ഇനി മൂന്നാമത്തേതിലേക്ക് വന്നാൽ പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തടയുക എന്നതായിരുന്നു. അതായത് ലബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിന് മുഖ്യ ഭീഷണിയാണ്. അവർക്കുള്ള ഇറാൻ സൈനിക പിന്തുണ ഇല്ലാതാക്കുക. പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ലബനനിൽ ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യം കുറഞ്ഞിട്ടില്ല. യമനിലെ ഹൂതികളുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് ട്രംപിന് ബോധ്യപ്പെടുകയും ചെയ്തു. സായുധരായ പങ്കാളികളുടെ വലിയ ശൃംഖല ഇപ്പോഴും ഉണ്ട്. സിറിയയിൽ ഇറാൻ അനുകൂല സർക്കാർ പുറത്തായതു മാത്രമായി യുഎസിന്റെ നേട്ടം. നാലാമത്തേത് ഹോർമോസ് കടലിടുക്ക് തുറക്കുക. യുദ്ധത്തിന് മുൻപേ തുറന്നു കിടന്ന കടലിടുക്കാണ് ഇറാൻ യുദ്ധകാലത്ത് സമ്മർദ്ദ തന്ത്രമായി അടച്ചത്. അത് വലിയ രീതിയിലാണ് ലോകത്തെ ബാധിച്ചത്. അതുകൊണ്ട് അമേരിക്കയ്ക്കുണ്ടായ ചീത്തപ്പേര് ചില്ലറയൊന്നുമല്ല. ഇത് തുറപ്പിക്കാനായി യുഎസ് ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഹോർമൂസിൽ യുഎസ് സേനയെ വിന്യസിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറന്നെങ്കിലും ഇറാന്റെ നിയന്ത്രണം തുടരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വിജയിച്ചില്ല. ഇറാൻ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അവിടെയും ട്രംപ് പരാജയപ്പെട്ടു. ഇനി അവസാനത്തേത് സഖ്യകക്ഷികളുടെ സംരക്ഷണമാണ്. അതായത് സഖ്യകക്ഷികളായ ഇസ്രായേൽ, യുഎസ് സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുക. അവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ആക്രമണത്തിൽ വലഞ്ഞു.
എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടു. സാമ്പത്തിക രംഗത്തും വലിയ തിരിച്ചടി നേരിട്ടു. യുഎസിലെ സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ കാര്യമായ നാശം സംഭവിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ഊർജ്ജ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. എന്തായാലും ട്രംപ് ഇറങ്ങി പുറപ്പെട്ടത് വലിയൊരു മണ്ടത്തരത്തിലേക്കാണെന്ന് വിമർശനം ശക്തമാണ്. ലോകം പോലും ട്രംപിനെ ഈ ഒരു യുദ്ധത്തിലൂടെ വെറുത്തു.